പാല ടൗണിൽ വെച്ച് നടത്തായിരുന്ന പരിപാടി 2 ദിവസം കൊണ്ട് മൊത്തം പ്ലാൻ മാറ്റി. ഫ്ലഡിന്റെ ന്യൂസ് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പാനിക്കായി. പക്ഷെ പ്രളയവും കൊറോണ അതിജീവിച്ച നമുക്ക് വെള്ളപ്പൊക്കത്തിലുള്ള വിഷയമായിട്ടൊന്നും തോന്നിയില്ല. എന്ത് വന്നാലും കട്ടയ്ക്ക് നിൽക്കുക. അങ്ങനെ പാല വെച്ച് നടത്തായിരുന്ന പരിപാടി നേരെ ഞങ്ങൾ കോട്ടയത്തേക്ക് മാറ്റി. കോട്ടയത്തുള്ള അമ്മച്ചി വീട് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് ഞങ്ങൾ പരിപാടി മാറ്റിയത്. കോട്ടയത്തുള്ള ഒരു എസ്തറ്റിക് പ്രോപ്പർട്ടി തന്നെയാണ് ഈ അമ്മച്ചി വീട് എന്ന് പറയുന്നത് വെന്യൂ. അമ്മച്ചി വീടിൻ്റെ ലോൺ ഏരിയയിൽ നല്ലൊരു ഔട്ട്ഡോർ ജർമ്മൻ സ്ട്രക്ചർ ഞങ്ങൾ സെറ്റ് ചെയ്തു. നേരെ പ്ലാറ്റ്ഫോം ചെയ്തു. ഫ്ലോർ മൊത്തം നനഞ്ഞു കിടന്നാൽ ഒരിക്കലും പരിപാടി നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഫുൾ പ്ലാറ്റ്ഫോം ചെയ്തു. എത്തിപ്പെടുക എന്നുള്ളത് റിസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം പല സ്ഥലങ്ങളിലും പല റോഡുകളിലും ബ്ലോക്കാണ്, വെള്ളം കയറിയിട്ടുണ്ട്, ഫ്ലഡ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വണ്ടികളിലാണ് സാധനങ്ങൾ എത്തിക്കാൻ പറ്റത്തുള്ളൂ, ലോഡ് എത്തിക്കാൻ പറ്റത്തുള്ളൂ. നല്ല റിസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ എത്തിപ്പെടുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയും എത്തിയേ പറ്റൂ എന്നുള്ളൊരൊറ്റ മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെന്യൂവിലെത്തി ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയാണ് ഫംഗ്ഷൻ. നാളെ ഗസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യണം, പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണം, എല്ലാം അടിപൊളിയായിട്ട് നടത്തണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവിടെ ആളുകളെത്തി ഫംഗ്ഷൻ നന്നായിട്ട് നടത്തുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരും എത്തി ഫംഗ്ഷൻ സക്സസ് ആവുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോൾ എല്ലാവരുടെ ആഗ്രഹം. സോ സ്റ്റേ ട്യൂൺ. നാളെ ഫംഗ്ഷൻ എങ്ങനെയാവും എന്നുള്ളത് ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ വീഡിയോ ചെയ്യാം. ഡു ഫോളോ.